സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളി രുചിക്ക് കാരണമായ ആസിഡ് ഏതാണ്? പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളി രുചിക്ക് കാരണമായ ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ്. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോശഭിത്തി. കോശഭിത്തി. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം. അന്നജം ഏത് ലായനിയുമായിട്ടാണ്? അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. കടും നീല നിറം. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? ദേശീയോദ്യാനമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങാണ്. അടുത്തത്: കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്നത് കബനി നദിയാണ്. കബനി നദി. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1991. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. കേരളത്തിൽ SSLCക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ SSLCക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് 2005. 2005. പക്ഷിത്തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. പക്ഷിത്തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങളാണ് പക്ഷിത്തൂവൽ പോലെ കാണപ്പെടുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ആദ്യത്തേത് പള്ളിവാസലാണ്. കുമാരനാശാന്റെ ആത്മീയാചാര്യൻ. കുമാരനാശാന്റെ ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. നോബൽ സമ്മാനത്തിന് അർഹയായ ആദ്യ വനിത. നോബൽ സമ്മാനത്തിന് അർഹയായ ആദ്യ വനിതയാണ് മേരി ക്യൂറി. മേരി ക്യൂറിയാണ് നോബൽ സമ്മാനത്തിന് അർഹയായ ആദ്യ വനിത. 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഏതാണ്? 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ഇസ്തിരിപ്പെട്ടിയിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ഇസ്തിരിപ്പെട്ടിയിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോമാണ്. നിക്രോം. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ്? ഹീലിയം ന്യൂക്ലിയസിന് സമാനമായത് ആൽഫ കണമാണ്. ആൽഫ കണം. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ കണം. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നത് പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ്. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ. സസ്യങ്ങളിലെ
ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഗിബർലിൻ. ഗിബർലിൻ ഹോർമോണിന്റെ പേര് ഗിബർലിൻ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. വികിരണം. കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. തൈറോക്സിന്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. മുതിർന്നവരിൽ ഉണ്ടാകുന്നത് മിക്സഡിമയാണ്. തൈറോക്സിന്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനിസം, മുതിർന്നവരിൽ ഉണ്ടാകുന്നത് മിക്സഡിമ. ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കർ ആണ്. കെ ശങ്കരപ്പിള്ള എന്ന ശങ്കർ ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഹീമോഫീലിയ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ്. കീഴ്ത്താടിയല്ല്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം. ഇറാനി ട്രോഫി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 10 ആണ്. നവംബർ 10 അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം. മുംബൈയെയും പുനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ബോർഗട്ട് ആണ്. ബോർഗട്ട് ചുരമാണ് മുംബൈയെയും പുനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം നടക്കുന്നത്. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ A.R. മേനോൻ. ഡോക്ടർ A.R. മേനോൻ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ കർത്താവ്. ആൾക്കൂട്ടത്തിൽ തനിയെ M.T. വാസുദേവൻ നായരാണ്. M.T. വാസുദേവൻ നായർ. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. അന്തർദേശീയ കടുവ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്തർദേശീയ കടുവ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29. ജൂലൈ 29. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. സുമംഗല എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്? സുമംഗല. ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാ നാമത്തിൽ എഴുതുന്നത്. സുമംഗല. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മുൽശങ്കർ എന്നാണ്.
ഒളിമ്പിക്സ് പതാകയുടെ പശ്ചാത്തലത്തിന്റെ നിറം. ഒളിമ്പിക്സ് പതാകയുടെ പശ്ചാത്തലത്തിന്റെ നിറം വെള്ളം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം. പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997 1997 പ്രസാർ ഭാരതി നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും ജലസമ്പന്നമായ നദി ഏത് എന്ന് ചോദിച്ചാൽ ആമസോൺ ആണ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ട വർഷം ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ട വർഷം 1910 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ടത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അത് ഏതാണ്? കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അത് കബനി നദിയാണ്. കബനി നദി. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അൽമോറ സുഖവാസ കേന്ദ്രം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എഒഹ്യു. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? അന്താരാഷ്ട്ര പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 11. ഡിസംബർ 11. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധനാണ്. ബുധൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. വുഡ്സ് ഡെസ്പാച്ച്. മെട്രോ റെയിൽവേ സ്ഥാപിതമായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ബംഗളൂരു. നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി. നോബൽ സമ്മാനദാനം നടക്കുന്നത് ഡിസംബർ 10. ഡിസംബർ 10. മുൻപ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന വള്ളം കളിയത്? മുൻപ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി. ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധം? ചൂലന്നൂർ സങ്കേതം മയിലാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ടാണ്. വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ അണക്കെട്ടാണ് ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട്. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്തകാലം? നീർമാതളം പൂത്തകാലം എന്നത് കമല സുരയ്യയുടെ പുസ്തകമാണ്. കമല സുരയ്യ. വയലാർ അവാർഡ് നേടിയ ഉപ്പ് ആരുടെ കൃതിയാണ്? ഉപ്പ് എന്ന കൃതി ആരുടേതാണ്? ONV കുറുപ്പിന്റെ കൃതിയാണ് ഉപ്പ്. വയലാർ അവാർഡ് നേടിയ ഉപ്പ് ആരുടെ കൃതിയാണ്? ONV കുറുപ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഋഗ്വേദം. ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ആര്? ശ്രീബുദ്ധനാണ് ഇപ്രകാരം പറഞ്ഞത്. ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ശ്രീബുദ്ധൻ. ബുദ്ധമത തത്വങ്ങൾ എഴുതിയിരുന്ന ഭാഷ പാലി ഭാഷയാണ്. പാലി ഭാഷ. ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചത് OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരെന്ത്? ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര് പിഗ്മാലിയൻ പോയിന്റ് എന്നാണ്. പിഗ്മാലിയൻ പോയിന്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് കാനഡയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ.
ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന ഒരേ ഒരു രാജ്യം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന ഒരേ ഒരു രാജ്യമാണ് ബ്രസീൽ. മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രിയാണ് സിസ്റ്റർ മേരി ബനീജ്ഞ. മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രി സിസ്റ്റർ മേരി ബനീജ്ഞ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് കഡസ്ട്രൽ ഭൂപടം എന്നാണ്. കഡസ്ട്രൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം. ധരാതലീയ ഭൂപടം എന്നാൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇനി ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ്. ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയാണ്. നീല നിറം ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു. തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ എന്നിവയാണ്. ഒന്നുകൂടി നോക്കാം. മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെ, പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങൾ, പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ചുവപ്പ് നിറമാണ്. നീല നിറം ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു. കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് തവിട്ട് നിറമാണ്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നത്. മുദ്രാരാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തനാണ്. കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മുദ്രാരാക്ഷസം രചിച്ചത് വിശാഖദത്തനാണ്. മുദ്രാരാക്ഷസം ദേവി ചന്ദ്രഗുപ്തം, വിശാഖദത്തൻ. മൃച്ഛകടികം എന്ന കൃതി രചിച്ചത് മൃച്ഛകടികം ശൂദ്രകനാണ്. ശൂദ്രകൻ. ആര്യഭടീയം രചിച്ചത് ആര്യഭടനാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ലോക ജലദിനം ആയിട്ട് ആചരിക്കുന്നത്. ലോക ജലദിനം മാർച്ച് 22 ലോക ജലദിനം. ഇന്ത്യയിൽ ചൂട് നീരുറവ കാണപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ചൂട് നീരുറവ കാണപ്പെടുന്നത് മണികരനാണ്. ഹിമാചൽ പ്രദേശിലെ മണികരനിലാണ് ഇന്ത്യയിലെ ചൂട് നീരുറവ കാണപ്പെടുന്നത്. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് ഭാർഗവീ നിലയം. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. പൊട്ടാസ്യം ക്ലോറൈഡാണ് ഇന്ദുപ്പ്. ഏത് ലോഹസങ്കരമാണ് ഓസ്കർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഓസ്കർ ശില്പം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രിട്ടാനിയമാണ്. ബ്രിട്ടാനിയമാണ് ഓസ്കർ ശില്പം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് 1976. 1976. കായിക കേരളത്തിന്റെ പിതാവ് കേണൽ GV രാജ, ഗോദവർമ്മ രാജ.
പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് ആണ്. ഏഷ്യാനെറ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.